2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു പെൺതരി പോലുമില്ലാത്ത ലോക്സഭ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ നിന്നും വിജയിച്ചവരിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി പോലുമില്ല. 20 മണ്ഡലങ്ങളിലും വിജയിച്ചു നിൽക്കുന്നത് പുരുഷന്മാരാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഏക വനിതാ പ്രതിനിധി രമ്യ ഹരിദാസ് ഇത്തവണ 20,111 വോട്ടിന് ആലത്തൂരിൽ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടു. വടകരയിൽ വൻ പ്രതീക്ഷ ഉയർത്തിയ മുൻ മന്ത്രി കെ ശൈലജ ആകട്ടെ വലിയ വോട്ട് വ്യത്യാസത്തിലാണ് ഷാഫി പറമ്പിലിനോട് അടിയറവ് പറഞ്ഞത്. LDFന്റെ സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ ഇത്തവണ 11,45,006 വോട്ടിനാണ് ഷാഫി പറമ്പിലിനോട് തോറ്റത്. എറണാകുളത്തെ CPM സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറെ മണ്ഡലത്തിലെ ഏറ്റവും വലിയ വോട്ട് വ്യത്യാസത്തിലാണ് ഹൈബി ഈഡനോട് പരാജയപ്പെട്ടത്. 25,385 വോട്ട് അധികം നേടിയാണ് ഹൈബി ഷൈൻ ടീച്ചറെ പരാജയപ്പെടുത്തിയത്. വയനാട് പിടിക്കാൻ LDF ഇറക്കിയ ആനി രാജയും 36,44,422 വോട്ടിന് രാഹുലിനോട് പരാജയപ്പെട്ടു. രണ്ട് മുന്നണികളുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഇക്കുറി ഏറ്റവും കൂടുതൽ വനിതകളെ രംഗത്തിറക്കിയ BJPയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. ആലപ്പുഴയിൽ വലിയ തോതിൽ പ്രചാരണം നടത്തിയിറക്കിയ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണയേക്കാൾ BJPക്ക് 1,00,000 വോട്ട് കൂടുതൽ നേടി എന്നുള്ളത് അവർക്ക് അഭിമാനകരം തന്നെ. ആലത്തൂരിൽ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ച മുൻ കോളേജ് അധ്യാപിക ഡോക്ടർ TN സരസു ആകട്ടെ മണ്ഡലത്തിൽ ഇതുവരെ NDA സ്ഥാനാർത്ഥികൾ നേടിയ ഏറ്റവും വലിയ വോട്ട് നേടി. പ്രധാനമന്ത്രി മോദി വിളിച്ചു സംസാരിച്ചതിലൂടെ ശ്രദ്ധ ആകർഷിച്ച TN സരസു രാഷ്ട്രീയത്തിൽ പുതുമുഖമാണെങ്കിലും വോട്ടിന്റെ കാര്യത്തിൽ തകർപ്പൻ നേട്ടമാണ് കരസ്ഥമാക്കിയത്. കാസർഗോഡ് നിന്ന് മത്സരിച്ച് BJP സ്ഥാനാർത്ഥി ML അശ്വിനിയും 26,932 വോട്ടിന് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പൊന്നാനിയിലെ BJP സ്ഥാനാർത്ഥി നിവേദ സുബ്രഹ്മണ്യൻ കഴിഞ്ഞ തവണയേക്കാൾ 10,000 വോട്ട് കൂടുതൽ നേടി എന്നതും ശ്രദ്ധേയമാണ്. ഇടുക്കിയിൽ മത്സരിച്ച സംഗീത വിഷ്ണുനാഥൻ മാത്രമാണ് 1,00,000-ൽ താഴെ വോട്ട് പിടിച്ച വനിതാ സ്ഥാനാർത്ഥി.